അങ്ങനെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏതൊക്കെ ടീമുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. സിറിയ ആൻഡ് മൗറീഷ്യസ് എന്നീ രണ്ട് രാജ്യങ്ങളാണ്. ഇത്തവണ 3 രാജ്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ടാകുക. നമ്മൾ സെപ്റ്റംബറിലെ ഒരു കലണ്ടറിലാണ്, അതായത് സെപ്റ്റംബർ 2 തൊട്ട് 10 വരെയുള്ള ഒരു ഫിഫ കലണ്ടറിലായിരിക്കും നമ്മൾ കളിക്കുന്നുണ്ടാകുക. ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും മനോലോ മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ പുതിയ പരിശീലകൻ്റെ ഒരു ഇന്ത്യയിലേക്കുള്ളൊരു എൻട്രി ഹൈദരാബാദിൽ നിന്നായിരുന്നു. അപ്പം ആ ഒരു സിറ്റിയിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നാഷണൽ ടീമിലേക്കുള്ള ആ ഒരു എൻട്രിയും സെയിം സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടതാണ്. എന്താണെങ്കിലും നമുക്ക് അത്ര പരിചയമില്ലാത്തവരൊന്നുമല്ല, സുപരിചിതരായിട്ടുള്ള 2 കൺട്രീസ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി കളിച്ചിട്ടുണ്ട്. അതായത് സിറിയക്കെതിരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 മാച്ചസ് കളിച്ചിട്ടുണ്ട്, അത് സ്റ്റിമാച്ച് അറയിൽ തന്നെ. അതുപോലെ മൗറീഷ്യസിനെതിരെ ഒരു 7 വർഷം മുന്നേ ഒരു കളി കളിച്ചിട്ടുണ്ട്. അന്ന് കോൺസ്റ്റൻറ്റൈൻ്റെ സമയമാണ് ആ മാച്ച്. ഒരു ഇതൊക്കെ എല്ലാവരും ലൈവ് കണ്ടിട്ടുണ്ടായി. ഞാൻ എന്താണെങ്കിലും ലൈവ് കണ്ടൊരു മത്സരമായിരുന്നു അത്. എനിവേ മനോലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള മാച്ചസ് ഒന്നും ഇതുപോലെ ഒരു ക്വാളിഫയർ മാച്ചസ് അല്ല, എല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലീസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യാനും എക്സ്പെരിമെൻറ്റ് നടത്താനും അദ്ദേഹത്തിന് ഈ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഫാക്ടർ ആകുന്നുണ്ട്. ഈ വർഷം 4 മാച്ചസാണ് കൺഫേംഡ് ആയിട്ടുള്ളത്. ഐ തിങ്ക് നവംബറിലും ഫിഫ കലണ്ടർ ഉണ്ട്. അപ്പം അവിടെയും ഒരു മാച്ച്, അതിനിപ്പോൾ ഒരു ബിഗ് കൺട്രീസിനെ കിട്ടിയില്ലെങ്കിലും ഒരു മാച്ച് കളിക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും ഈ മാച്ചസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ടെസ്റ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ ആണെന്ന് പറയുന്നെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യൻ ക്വാളിഫയേഴ്സ് ആണല്ലോ ഇനി മുന്നിലുള്ളത്. അതിൻ്റെ മാച്ചസ് ഒക്കെ വരുന്നത് മാർച്ചിലാണ്. എൻ്റെ ട്രോയോ നവംബർ ഡിസംബറോ ആ ടൈമിലൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് പോർട്ട് 1 നിലനിൽക്കുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. കാരണം 6 ഗ്രൂപ്പുകളായിട്ട് നടക്കുന്ന മത്സരത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസിന് മാത്രമായിരിക്കും ഏഷ്യൻ കപ്പിലേക്കുള്ളൊരു യോഗ്യത വരും. അപ്പോൾ ഇപ്പം നമ്മൾ പോർട്ട് 1 നമ്മുടെ റാങ്കിങ് 124 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ പോർട്ട് 2 1-ാം സ്ഥാനത്ത് ആണ് മലേഷ്യ ഉള്ളത്. അവരുടെ റാങ്കിങ് 134. ഒരു റാങ്കിങ് ഇപ്പോൾ അവർ മെച്ചപ്പെടുത്തി, 135 ഞാനിപ്പോൾ കാണിക്കുന്ന പഴയതായിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഈ പോർട്ട് 1 ഏറ്റവും താഴെയാണുള്ളത്, പറഞ്ഞാൽ 124 സ്ഥാനത്താണ്. അപ്പം നമുക്ക് മാക്സിമം ഈ നവംബർ ഡിസംബർ വരെ ഈ റാങ്കിങ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ള ഫാക്ടറാണ്. കാരണം പോർട്ട് 1 പറഞ്ഞ സിറിയ അല്ലെങ്കിൽ വിയറ്റ്നാമും തജിക്കിസ്ഥാൻ പോലെയുള്ള ടഫായിട്ടുള്ള കൺട്രീസ് ഉണ്ട്. അപ്പം അവരെ ഒഴിവാക്കാൻ, നമുക്ക് ഏഷ്യൻ കപ്പിന് ക്വാളിഫയേഴ്സിൽ അവരെ ഒഴിവാക്കാനായിട്ട് അത് കാരണമാകും എന്നുള്ളതാണ്. സോ ആ ഒരു കാൽക്കുലേഷൻ എന്താണെങ്കിലും മനോലോയുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കുകയാണ്. ആണെങ്കിലും കം ടു ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, നമുക്കിപ്പം സിറിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വരുമ്പോൾ ഫിഫ റാങ്കിൽ 93-ാം സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ ഒരു ഹെഡ് കോച്ച് ഐ തിങ്ക് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഹെക്ടർ കൂപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യൻ കപ്പിൽ നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ള സമയത്ത് 1-0 പരാജയപ്പെടുന്നത്. ആ സമയത്തൊക്കെ ഹെക്ടർ കൂപ്പർ എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയിലെ ഒരു വിഖ്യാതനായിട്ടുള്ളൊരു കോച്ചായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ പിന്നീട് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് ശേഷം അദ്ദേഹം ഇത് റിസൈൻ ചെയ്യുന്നൊരു തരത്തിലേക്ക് പോയി. ഏഷ്യൻ കപ്പിൽ നല്ല പ്രകടനം, അതായത് സിറിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റൗണ്ട് ഓഫ് 16 യോഗ്യത നേടുന്നത്. അതിന് സഹായിച്ചിട്ടുള്ളൊരു പരിശീലകനാണ്. സിറിയ ഇറാനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റ് മാത്രമായിരുന്നു പുറത്തായത് എന്നുള്ളതാണ്. അവർ സമീപകാലത്ത് നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. പക്ഷേ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 2-ാം പേസിലേക്ക് വരുമ്പോൾ അവർക്ക് ചില താളപ്പിഴകൾ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് പേസിൽ അവർക്ക് നോർത്ത് കൊറിയ പരാജയപ്പെടുത്താൻ സാധിക്കുന്നു, അങ്ങനെ നല്ല റിസൾട്ടൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ സെക്കൻഡ് പേസിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് കൊറിയയോട് തോൽക്കേണ്ടി വരുന്നു, ജപ്പാനോട് തോൽക്കേണ്ടി വരുന്നു, അതുപോലെ തന്നെ മ്യാൻമാറിനെതിരെ സമനില ആയി പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കാതെ പോയതും ഇദ്ദേഹം ഹെക്ടർ കൂപ്പർ റിസൈൻ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ വന്നത്. ഒരു മാന്യമായിട്ടുള്ളൊരു ഡിസിഷൻ തന്നെ ആ കോച്ച് എടുത്തു. പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചില്ല, അത് അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് തന്നെയാണ് അദ്ദേഹം റിസൈൻ ചെയ്യുന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ളതാണ്. റൗണ്ട് ഓഫ് 16 കടത്തി ഏഷ്യൻ കപ്പിൻ്റെ ഒരു ഹിസ്റ്റോറിക് നേട്ടം കൈവരിച്ചിട്ടാണ് മാസങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹം പുറത്തായി പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ആലോചിക്കണം. എന്താണെങ്കിലും അവരൊരു നല്ല സൈഡ് തന്നെയാണ്. സമീപകാലത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചില താളപ്പിഴകളൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി നല്ല കുറേ പ്ലെയേഴ്സൊക്കെ അവർ ഒറിജിനൽ പ്ലെയേഴ്സിനെയൊക്കെ ഇറക്കി ടീം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഉസ്ബെക്കിസ്ഥാനെതിരെ അവർ ഡ്രോ നേടുന്നത്, ഓസ്ട്രേലിയക്കെതിരെ കഷ്ടിച്ച് മാത്രമാണ് തോറ്റു പോകേണ്ടി വരുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താണെങ്കിലും സ്റ്റിമാച്ച് എറയിൽ 2019 സിറിയക്കെതിരെ ഒരു മത്സരം നമ്മൾ കളിച്ചപ്പോൾ 1-1 ഡ്രോ ആയിരുന്നു. അന്ന് അവരുടെ കുറേ മെയിൻ പ്ലേയേഴ്സൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ഇനി വരുന്ന ടീം മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ് ഫിഫ റാങ്കിൽ 172-ാം സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ്. അതായത് ഇന്ത്യക്കാൾ ഏതാണ്ട് 50 റാങ്കിങ് പുറകിലാണെന്ന് പറയാം. സിറിയ 10-30 റാങ്കിങ് മുകളിലുള്ള രാജ്യമായിരുന്നു. സോ റാങ്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ താഴെയാണെങ്കിലും ഈ ഒരു ആഫ്രിക്കൻ സൈഡായത് ഒരു ടഫ് ഗെയിം കൊടുക്കും. കാരണം അവർ ഈ ഒരു ഫിസിക്കലി നല്ല ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ 7 വർഷം മുമ്പേ ഇന്ത്യ കളിച്ചിരുന്നു മൗറീഷ്യസിനെതിരെ. അന്ന് 2-1 ഇന്ത്യ വിജയിച്ചിരുന്നു. 1-0 പുറകിൽ നിന്നിട്ടാണ് 2 ഗോളുകൾ അടിച്ചിട്ടൊക്കെ വിജയിക്കുന്നത്. റോബിൻ സിംഗും ബൽവന്ത് സിംഗൊക്കെയാണ് ആ മാച്ചസ് സ്കോർ ചെയ്തത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ ഫിസിക്കലി നല്ലൊരു ചലഞ്ച് ഇന്ത്യക്ക് ഇവർ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ പ്ലേയേഴ്സ് ആണല്ലോ നമ്മൾ കാണുന്നതാണല്ലോ. ഇപ്പോൾ ISL നോക്കി കഴിഞ്ഞാൽ ആഫ്രിക്കൻ പ്ലേയേഴ്സ് അവർ എത്രത്തോളം ഫിസിക്കലി ചലഞ്ച്, അപ്പം അത്
കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ റെക്കോർഡ്സ് ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ കളിച്ചിട്ടില്ല, AFCONൽ ഏതാണ്ട് 19 വർഷം മുന്നേക്കാണ് അവർ കളിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അവർ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിലും പല നല്ല കൺട്രീസിനൊക്കെ എതിരെ, അതായത് അവരെക്കാൾ റാങ്കിങ്ങിലൊക്കെ മുകളിലുള്ള കൺട്രീസിനെതിരെ 1-0, 2-1 അങ്ങനത്തെ നിലയിലേക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അങ്കോള എന്ന് പറയുന്നത് 90-ാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ നിൽക്കുന്ന അത്യാവശ്യം ആഫ്രിക്കയിലെ ഒരു ബെറ്റർ സൈഡാണ്. അവർക്കെതിരെ ഒരു മത്സരം വിജയിച്ചിരുന്നു ഇവർ. ഒരു മത്സരം പിന്നെ കളിച്ചത് ഒരു ഡ്രോയോ ആയിരുന്നു. ഐ തിങ്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ മറ്റോ മത്സരമാണ്. പിന്നെ ഒരു വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത് കാമറൂണിനെതിരെ ഒരു 3-0 ആണ്. കാമറൂൺ അറിയാലോ ആഫ്രിക്കയിലെ ഒരു ബിഗ് ആയിട്ടുള്ള കൺട്രി തന്നെയാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും മനോലയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 മാച്ചസ് കുറച്ച് ഒരു ടഫായിട്ടുള്ള ഒപ്പോണൻസ്, ഐ മീൻ ഭയങ്കര ടഫ് എന്നല്ല, അപ്പം സിറിയ നല്ല സൈഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവർ ഒരു ഫിസിക്കലി ചലഞ്ച്, 2 തരത്തിലുള്ള ഒരു ചലഞ്ചസിനെയാണ് മനോല നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു മത്സരങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ. വീഡിയോ കാണുക. സനിയ.